ഹലോ ഹായ് നമസ്കാരം ഗൈസ്. കർണാടകയിലെ ഉടുപ്പിയിൽ അടുത്തിടെ നടന്ന ഒരു സംഭവം പെട്ടെന്ന് പറയാം. 2025 ഏപ്രിൽ. കഥാപാത്രം നീറ്റ് UG പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി. ഒരു സുപ്രഭാതത്തിൽ ആശാൻ എഡിറ്റിംഗ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നു. നീറ്റ്, CBSE, JEE പരീക്ഷകളുടെ വ്യാജ മാർക്ക് ഷീറ്റുകൾ ഡിജിറ്റലായി നിർമ്മിക്കാമെന്ന വിവരം മനസ്സിലാക്കുന്നു. മേൽപ്പടി മാർക്ക് ഷീറ്റ് കിട്ടാൻ 2 വാട്സപ്പ് നമ്പറും ചാനലിലുണ്ട്. തട്ടിപ്പൊക്കെ ഇത്രയും ഓപ്പണായാണോ നടക്കുന്നത്? നമ്പറിൽ കോൺടാക്ട് ചെയ്തു. 646 മാർക്കോടെ അഖിലേന്ത്യാ തലത്തിൽ 106ാം റാങ്ക് കാണിക്കുന്ന വ്യാജ മാർക്ക് ഷീറ്റിന് രൂപ 17,000. വീട്ടുകാരുടെ മുന്നിൽ നല്ല ഗമേലങ്ങ് എടുത്ത് വീശാമെന്ന ചിന്തയോടെ പണം എങ്ങനെയോ സംഘടിപ്പിച്ച് UPI മുഖേന അയച്ചു. പറഞ്ഞതുപോലെ മാർക്ക് ഷീറ്റ് കിട്ടി. ഒറിജിനൽ പോലുള്ള ഡ്യൂപ്ലിക്കേറ്റ്. വീട്ടുകാരുടെ മുന്നിൽ കിടുക്കാച്ചി മാർക്കൊക്കെ കാണിച്ച് വിജൃംഭിച്ച് നിൽക്കുമ്പോൾ ട്വിസ്റ്റ്. അച്ഛനൊരു സംശയം, ചേടാ ഇത്രയും നല്ല വിജയം അതെന്തുകൊണ്ട് വാർത്തയാകുന്നില്ല? സ്കൂളുകാർക്ക് പോലും ആഘോഷിക്കാൻ തോന്നുന്നില്ലേ? പാവം അച്ഛൻ. എൻ്റെ മോനെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നേരെ പ്രാദേശിക പത്രത്തിൽ വാർത്ത നൽകി. തിരിച്ച് വീട്ടിലെത്തിയ പിതാവിൻ്റെ ഉള്ളിലെ ഷെർലക് ഹോംസ് അങ്ങ് ഉണർന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ പിതാവ് ഞെട്ടി. മകന്റെ യഥാർത്ഥ മാർക്ക് 65. തൊണ്ടി സഹിതം പിടിയിലായതോടെ മകൻ ലേലുവല്ലു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. സ്വന്തം മകനാണെന്നൊന്നും ഓർത്തില്ല. നേരെ പോലീസിൽ പരാതി നൽകി അച്ഛൻ. ഗുണപാഠം: മക്കളെ, പേരൻസ് ഓൾഡ് ജെൻ ആണെന്ന് കരുതി അവരെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒപ്പം മകന്റെ നീറ്റല്ലാത്ത ചെയ്ത് റിപ്പോർട്ട് ചെയ്ത ആ പിതാവിനൊരു ബിഗ് സല്യൂട്ടും. എന്നാൽ തലക്കെട്ടുകളിലേക്ക്. ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ പഠനത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമാരുടെ സഹായം തേടുന്ന വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹിയിലെ ഉസ്ബെക്കിസ്ഥാൻ എംബസി. രജിസ്റ്റർ ചെയ്ത കൺസൾട്ടന്റുമാർ മുഖേന മാത്രം അഡ്മിഷന് ശ്രമിക്കണം. എംബസിയുടെ ഇടപെടൽ വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയാകുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ. ദേശീയ സ്കൂൾ ഇന്നൊവേഷൻ മാരത്തണിൽ തിളങ്ങി കേരളം. 1000 ആശയങ്ങളിൽ 181 കേരളത്തിൽ നിന്ന്. മികച്ച ആശയങ്ങൾക്ക് പേറ്റന്റ്, സാമ്പത്തിക സഹായം, ഇന്റേൺഷിപ്പ്, സർട്ടിഫിക്കറ്റ് എന്നിവ ആശയങ്ങളുടെ വിഭാഗത്തിൽ കേരളത്തിലെ 4 സ്കൂളുകൾ. CBSE ദേശീയ അധ്യാപക അവാർഡിന് ജൂലൈ 6 വരെ അപേക്ഷിക്കാം. ദേശീയ തലത്തിലുള്ള ആശയവിനിമയ റൗണ്ടിന് ശേഷം അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുക്കും. അംഗീകൃത സ്കൂൾ വിദ്യാഭ്യാസ ബോർഡുമായി അഫിലിയേറ്റ് ചെയ്ത സ്കൂളുകളിൽ കുറഞ്ഞത് 10 വർഷത്തെ തുടർച്ചയായ സേവനം നിർബന്ധം. അപേക്ഷകൾ CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കലാലയത്തിലാണ് ഇന്ന് ക്യാമ്പസ് ന്യൂസിനായി എത്തിയത്. പെരുമ്പാവൂരിലെ വേങ്ങൂരിലുള്ള രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആണ് പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ആ ക്യാമ്പസ്. പോയ വാരം രാജ്യാന്തര യോഗാ ദിനമായിരുന്നല്ലോ. അതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈക്കോളജി ആൻഡ് യോഗ എന്ന വിഷയത്തിൽ ഒരു ത്രിദിന ദേശീയ സെമിനാർ ഇവിടെ നടന്നു. ഈ സെമിനാറിനെ കുറിച്ച് അധ്യാപകർ പറയുന്നത് ഇങ്ങനെ. രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടായിട്ടുള്ള ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സമൂലമായിട്ടുള്ള വികസനത്തിന് വേണ്ട രീതിയിലാണ് പ്രോഗ്രാംസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജഗിരി വിശ്വജ്യോതി കോളേജും പതഞ്ജലി യോഗ റിസർച്ച് സെന്ററും സംയുക്തമായി ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സൈക്കോളജി ആൻഡ് യോഗ എന്ന വിഷയത്തിൽ ത്രിദിന നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ഒരു പ്രോഗ്രാമിനോട് നമുക്ക് മനസ്സിലായത് ഈ സെമിനാറിന് ഒരു അക്കാദമിക്സ് പരിവേഷം മാത്രമല്ല, ഒരു സാംസ്കാരിക പരിവേഷം കൂടെ വന്നു എന്ന് നമുക്ക് തോന്നി. ഇവിടെ ഓരോ കുട്ടിയും പ്രധാനമാണ്. ഓരോ കുട്ടിക്കും അവസരങ്ങളുമുണ്ടെന്നാണ് ഫാദർ ഡിബിൻ പറയുന്നത്. ഇവിടെയുള്ള കുട്ടികൾ ആൾക്കൂട്ടത്തിൽ ഒരാളല്ല, നേരെ മറിച്ച് അവരെല്ലാവരും ദേ ആർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ദം ആർ ബീങ് കൗണ്ടഡ്. നമ്മുടെ 2K കിഡ്സിന് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലുള്ള അറിവ് പരിശോധിക്കാനൊരു ചെറിയ വോക്സ് പോപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒന്ന് താത്വികമായി അവലോകനം ചെയ്താൽ, ആര് ജയിച്ചാലും മണ്ഡലത്തില് നന്നായിട്ട് ഭരണം നടത്തണം, അത്ര എനിക്ക് പറയാനുള്ളൂ. സിനിമ നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു? സിനിമയായിട്ട് നമ്മൾ കാണണം, അല്ലെങ്കിൽ പിന്നെ അതെന്ത് അർത്ഥമുള്ളത്? ഏത് തരം സിനിമ കാണാനാണ് ഇഷ്ടം? എനിക്ക് കോമഡി ഇഷ്ടമാണ്, റോം കോം ഇഷ്ടമാണ്, ത്രില്ലർ ഇഷ്ടമാണ്, ഡ്രാമ ഇഷ്ടമാണ്. എനിക്കെല്ലാം ജോണറും ഇഷ്ടമാണ്, കുഴപ്പമില്ല.
ഈ പെണ്ണ് കാണലിന് പകരം ആണ് കാണലായാലോ? കോമഡിയിലെല്ലാം കാണാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, ചെറുക്കൻ പെണ്ണിനെ കാണുന്ന എങ്ങനെ ഇരിക്കും എന്നുള്ള സീൻസ് എല്ലാം ലൈക്ക് ചെറുക്കന്മാർ ഭയങ്കര നാണമായിട്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല. ട്രംപിന്റെ വരവ് ലോകത്ത് പൊല്ലാപ്പുണ്ടാക്കിയിട്ടുണ്ടോ? ട്രംപിൻ്റെ ഇടപെടലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിന്നതെന്ന് അത് പറയുന്നത് തെറ്റാണ്. ലോകത്ത് സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇറാൻ ഇസ്രായേൽ യുദ്ധം പിന്നെയും തുടങ്ങും, പിന്നെ അവസാനിക്കും. ആകെ തീരുന്ന അവസാനം കുറേ പാവപ്പെട്ട ജനങ്ങളും പൈസ ഉള്ളവർക്ക് പൈസ കൂടും, അവരുടെ അക്കൗണ്ടിൽ പിന്നെയും പൈസ കൂടിക്കൊണ്ടിരിക്കും. അതല്ലാണ്ട് പാവങ്ങൾക്ക്, നമ്മളെ സാധാരണ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗുണവും പ്രത്യേകിച്ചൊന്നുമില്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ക്യാമ്പസിലെ പച്ചപ്പങ്ങ് കണ്ണിന് കുളിരായപ്പോൾ വെറുതെ ഒന്ന് നടന്നു. അമ്പടാ, പച്ചപ്പ് മാത്രമല്ല, ഇവിടെ ഒരു മിനി മൃഗശാല കൂടിയുണ്ട്. ആട്, കോഴി, ടർക്കി കോഴി, നായ, പശു, മുയൽ, അങ്ങനെ വിദ്യാർത്ഥികളുടെ ഓമനകളായ മൃഗങ്ങൾ നിരവധി. ദേ ഒരു ഫ്രൂട്ട് ഗാർഡൻ. ഫ്രൂട്ട്സ് മാത്രമല്ല, വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു നൈസ് പാട്ട് കൂടെ. ആ പാട്ടോടെ നമ്മൾ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്. നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, പാരിതിൽ നാം പോയിടാം, വിണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ.